Hi all, welcome back to Click. ഈ വീഡിയോയിൽ നമ്മൾ ഡേ 8 PYQ ബ്ലിറ്റ്സ് 25 a day അതിന്റെ റെസ്റ്റ് ഓഫ് ദ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ ഈസ് ദ സിംപ്ലിഫൈഡ് ഫംഗ്ഷൻ ഇൻ സം ഓഫ് പ്രോഡക്ട്സ് ഓഫ് ബൂലിയൻ ഫംഗ്ഷൻ f of p q r s is equal to sigma 0 2 5 7 8 10 13 15 where the min terms 2 7 8 and 13 are don't care terms. See, നമുക്കൊരു 4 വേരിയബിൾ ഫംഗ്ഷൻ ആണ് തന്നിട്ടുള്ളത്. നമ്മുടെ വേരിയബിൾസ് ഏതൊക്കെയാണ്? പി ക്യു ആർ എസ്. 4 വേരിയബിൾ ഫംഗ്ഷൻ ആയതുകൊണ്ട് തന്നെ ഞാനൊരു 4 വേരിയബിൾ കെ മാപ്പ് ആണ് ഈ ഫംഗ്ഷൻ സിംപ്ലിഫൈ ചെയ്യാനായിട്ട് യൂസ് ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ നേരത്തെ തന്നെ ഇവിടെ ഒരു അതിന്റെ ഒരു ഫോർമാറ്റ് ഞാൻ ഇവിടെ ഏകദേശം ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. അതാണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. ഓക്കെ, സോ പി ക്യു ആർ എസ് 4 വേരിയബിൾസ് ആണ് എനിക്കുള്ളത്. സോ 4 വേരിയബിൾ കെ മാപ്പ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. എനിക്ക് തന്നിട്ടുള്ള ഡേറ്റ എന്റെ ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മിൻ ടേംസ് അത് ഏതൊക്കെയാണെന്ന് പറഞ്ഞത് ഡോണ്ട് കെയർ ടേംസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഡോണ്ട് കെയർ ടേംസ് വരുന്ന ഏതൊക്കെയാണ്? 2 7 8 13 അല്ലേ? സോ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? സി ഇവിടെ ഞാൻ പി ക്യു ആർ 0 0 0 1 1 0 1 1 സിമിലർലി പി ക്യൂവും 0 0 0 1 1 1 1 0 എന്നുള്ള ഓർഡറിൽ എഴുതിയിട്ടുണ്ട്. ദെൻ ഓരോ സെല്ലിന്റെയും നമ്പർ ഞാൻ ജസ്റ്റ് ഇവിടെ സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ 0 1 2 3 ബിക്കോസ് നമുക്ക് എളുപ്പത്തിൽ അങ്ങ് മാപ്പ് ചെയ്യാനായിട്ടാണ് കേട്ടോ. ഓക്കെ, അപ്പൊ മനസ്സിലാവാത്ത കുട്ടികൾ ഉണ്ടെങ്കിൽ ഏത് കോളത്തില് ഏത് സെല്ലിനകത്ത് ഏത് വാല്യൂ വരുന്നുള്ളത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, 4 5 എങ്ങനെയാണ് വാല്യൂ വന്നത്? 5 എന്ന് പറയുന്നത്, അതായത് പി ക്യൂ 0 1 പി ക്യൂ എന്ന് പറയുന്നത് 0 1 ദെൻ ആർ എസ് എന്ന് പറയുന്നത് ഈ ഇവിടുത്തെ കറസ്പോണ്ടിങ് കോളം വാല്യൂ എന്ന് പറയുന്നത് 0 1 ആണ്. 0 1 0 1 എത്രയാണ്? നമുക്ക് ഈക്വൽ ടു 5 ഹെക്സ് വാല്യൂസ് ആണ് എല്ലാതും. ഓക്കെ, സോ ദിസ് ഇസ് കോളം നമ്പർ 5. ദെൻ ഇവിടെ 0 1 1 1 ആണെങ്കിൽ 7 ആയിരിക്കും വരുന്നുണ്ടായിരിക്കുക. 0 1 1 0 6 ആയിരിക്കും വരുന്നുണ്ടായിരിക്കുക. ഇനി നമുക്ക് ആദ്യം 4th റോ എഴുതാം. ബിക്കോസ് 7 വരെ എഴുതി കഴിഞ്ഞിട്ട് 8 ഇവിടെയാണ് വരുന്നത്. 1 0 0 0 കണ്ടായിരുന്നോ? ദെൻ 9 വരുന്നു. ദെൻ ഇവിടെ ഒരു 10 വരും. കണ്ടോ? 1 0 1 0 ദെൻ 11. ദെൻ ഇവിടെ നമുക്ക് 12 സ്റ്റാർട്ട് ചെയ്യുന്നു. 13 14 വരുന്നത് ഇവിടെ ആയിരിക്കും. ദെൻ 15. അതായത് 16 സെൽസ് ആണുള്ളത്. 0 to നമ്പറിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന കൊണ്ട് നമ്മൾ 15 വരെയാണ് നമുക്ക് വാല്യൂസ് വരുന്നത്. സോ ദിസ് ഇസ് എ 4 വേരിയബിൾ കെ മാപ്പ്. ഇത് സിംപ്ലിഫൈ ചെയ്തിട്ടാണ് നമ്മൾ ഇതിനകത്ത് ഏത് ഓപ്ഷൻ ആണ് പ്രോപ്പർ ആയിട്ട് വരുന്നത് എന്നുള്ളത് ചൂസ് ചെയ്യാൻ പോകുന്നത്. ഈ ക്വസ്റ്റിനകത്ത് തന്നിട്ടുണ്ട് സം ഓഫ് പ്രോഡക്ട്സ് ഓഫ് ബൂലിയൻ ഫംഗ്ഷൻ ഏതൊക്കെയാണ് എന്നുള്ളത്. കൂടാതെ മിൻ ടേംസ് ഏതൊക്കെയാണെന്ന് തന്നിട്ടുണ്ട്. അത് ഡോണ്ട് കെയർ ടേംസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ മിൻ ടേംസ് പറഞ്ഞിട്ടുള്ള ടേംസ്, അതായത് ഡോണ്ട് കെയർ വരുന്ന ടേംസ് ഈ ബൂലിയൻ ഫംഗ്ഷൻ അകത്ത് കാണിച്ചിട്ടുണ്ട്. സോ ഡോണ്ട് കെയർ മീൻസ് ഇറ്റ് ക്യാൻ ബി ഈദർ 1 or 0. അതുകൊണ്ട് തന്നെ ഈ ഡോണ്ട് കെയർ ആണ് എന്ന് പറഞ്ഞിട്ടുള്ള സെൽസിലെല്ലാം ഞാനൊരു ഡോണ്ട് കെയർ ഞാൻ എക്സ് വെച്ചിട്ടാണ് ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഇറ്റ് ക്യാൻ ബി ഈദർ 1 or 0. നോക്കൂ ഏതൊക്കെ സെൽസിലാണ് വന്നിരിക്കുന്നത്. 2 വന്നിട്ടുണ്ട്, 7 വന്നിട്ടുണ്ട്, 8 വന്നിട്ടുണ്ട്, 13 വന്നിട്ടുണ്ട്. അത് തന്നെയല്ലേ നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത്? യെസ്. ഇനി റിമൈനിങ് സെൽസ് ഏതൊക്കെയാണ്? 0 സം ഓഫ് പ്രോഡക്ട്സ് ആണ്. അപ്പൊ എനിക്ക് 1 ആണ് മാർക്ക് ചെയ്യാൻ പറ്റുക. ഓക്കെ, 2 നമ്മൾ ഓൾറെഡി ഡോണ്ട് കെയർ ആയതുകൊണ്ട് ഇവിടെ ഒരു ഇൻറ്റു ഇട്ട് എക്സ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ദെൻ 5 എന്ന് പറയുന്നത് ഇവിടെ 1 മാർക്ക് ചെയ്തിട്ടുണ്ട്. 7 വിച്ച് ഇസ് ഓൾറെഡി ഡോണ്ട് കെയർ സിറ്റുവേഷൻ. ഓക്കെ, ആൻഡ് 8 ഈസ് ഓൾസോ ഡോണ്ട് കെയർ. അപ്പൊ ഞാൻ അത് മൈൻഡ് ചെയ്യുന്നില്ല ഇനി അത്രയും കാര്യങ്ങൾ. ഓക്കെ, പിന്നെ 10 ഞാൻ 1 കൊടുത്തിട്ടുണ്ട് ആ സെല്ലിനകത്ത്. ദെൻ 13 ഡോണ്ട് കെയർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ദെൻ 15 അഗൈൻ ഞാൻ 1 കൊടുത്തിട്ടുണ്ട് ദോ ഇവിടെ. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? ഈ 4 വേരിയബിൾ കെ മാപ്പില്, അതായത് 4x4 കെ മാപ്പ് ആണല്ലോ നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. ഇനി ഞാൻ ഇതിലെ വൺസ് ഡോണ്ട് കെയർസും ഒക്കെ കൺസിഡർ ചെയ്തിട്ട് ഗ്രൂപ്പ് ചെയ്യാൻ പോവാണ്. അതായത് പോസിബിൾ ആയിട്ടുള്ള ഏറ്റവും മാക്സിമം നമ്പർ ഓഫ് സെൽസ് എനിക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഗ്രൂപ്പ് ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ നോക്കൂ, എനിക്ക് പോസിബിൾ ആയിട്ടുള്ള ഏറ്റവും വലിയ ഗ്രൂപ്പ് എന്ന് പറയുന്നത് 4 എലമെന്റ്സ് വരുന്ന രീതിയിലാണ് എനിക്ക് ഇതിനെ ഗ്രൂപ്പ് ചെയ്യാൻ പറ്റുക. ഈ 4 എലമെന്റ്സ് അടുത്തടുത്ത് വരുന്ന ഈ സെൽസ് ഞാൻ ഗ്രൂപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പി ക്യു ആർ എസ് ഇതിന്റെ ഫംഗ്ഷൻ ഞാൻ എടുത്ത് എഴുതുവാണേ. ഇപ്പൊ നോക്കിക്കേ, ഇത് ഏത് റോലാണ് കിടക്കുന്നത്? ഈ ഒരു റോലും ഈ ഒരു റോലും അല്ലേ കിടക്കുന്നത്. അപ്പൊ ഞാൻ പിന്റെയും ക്യൂന്റെയും വാല്യൂസ് ചെക്ക് ചെയ്യാണ്. പിന്റെ വാല്യൂ 0 to 1 ഒരു ചെറിയ വേരിയേഷൻ സംഭവിച്ചത് കൊണ്ട് എനിക്ക് പിന്റെ വാല്യൂ കൺസിഡർ ചെയ്യാനായിട്ട് പറ്റില്ല. ബട്ട് ഇൻ കേസ് ഓഫ് ക്യൂ ഇറ്റ് റിമെയിൻസ് 1. ഈ ഒരു സെല്ലിൽ നിന്ന് ഇങ്ങോട്ടേക്ക് പോകുമ്പോഴും ആ വാല്യൂ 1 ആയിട്ട് റിമൈൻ ചെയ്യുന്നതുകൊണ്ട് എന്റെ സിംപ്ലിഫൈഡ് ഫംഗ്ഷനിൽ ക്യൂ വിൽ ബി ദർ.
ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യാണ്, കോളം വൈസ് വാല്യൂസ് ചെക്ക് ചെയ്യാണ്. കോളം വൈസ് വാല്യൂസ് ചെക്ക് ചെയ്യുമ്പോൾ ഈ ഒരു ഗ്രൂപ്പിംഗിൽ ഈ രണ്ട് കോളംസ് ആണ് ഞാൻ കൺസിഡർ ചെയ്യേണ്ടത്, വിച്ച് ഈസ് ദ വാല്യൂ ഓഫ് ആർ ആൻഡ് എസ് അല്ലെ. ആർ ഞാൻ കൺസിഡർ ചെയ്യുമ്പോൾ ദർ ഇസ് എ സ്മോൾ വേരിയേഷൻ, ഇറ്റ് ചേഞ്ചസ് ഫ്രം transfers to 0 to 1. So I cannot consider R. So ini S ന്റെ കാര്യത്തിൽ എന്താണ്, S remains 1. So I can write this S over here. It will be in my simplified function. Okay, അപ്പോ തന്നിട്ടുള്ള ഫംഗ്ഷനിലെ ഏകദേശം ഇത്രയും ഈ 5, 7, 13, 15 ഇത്രയും സംഭവങ്ങൾ നമ്മൾ എന്ത് ചെയ്ത് കഴിഞ്ഞു, സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് കിടക്കുന്നത് ആരൊക്കെയാണ്, 0ക്ക് അകത്തൊരു 1 കിടക്കുന്നുണ്ട്, 10-നകത്തൊരു 1 കിടക്കുന്നുണ്ട്. പിന്നെ നോക്കൂ, ഈ 2-നകത്തൊരു ഡോൺ കെയർ വരുന്നുണ്ട്, 8-നകത്തൊരു ഡോൺ കെയർ വരുന്നുണ്ട്. സോ ഐ ക്യാൻ ഗ്രൂപ്പ് ദീസ് കോർണേഴ്സ്. കെ മാപ്പ് ചെയ്യുമ്പോഴത്തെ ഒരു റൂളാണ് അത്. കോർണേഴ്സിൽ വാല്യൂസ് വരുന്നുണ്ടെങ്കിൽ എനിക്കത് അങ്ങനെ അങ്ങ് ഗ്രൂപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. 4 സെൽസ് വരുന്ന ഗ്രൂപ്പിംഗ് എനിക്ക് പോസിബിൾ ആണ്. ഇനി ഞാൻ ചെക്ക് ചെയ്യുന്നത് ആദ്യം തന്നെ ഇവിടെ നോക്കൂ, ഞാൻ ഇവിടുത്തെ പിയും ക്യൂവും ഈ ഒരു റോളല്ലേ വരുന്നത്, ഫസ്റ്റ് സെറ്റ് ഓഫ് വാല്യൂ എന്ന് പറയും. പിന്നെ നെക്സ്റ്റ് സെറ്റ് വരുന്നത് ഏറ്റവും എൻഡിലെ റോളാണ് വരുന്നത്. ഞാൻ ആദ്യം തന്നെ ആസ് യൂഷ്വൽ പിയുടെ വാല്യൂ നോക്കി, പി വാരീസ് ഫ്രം 0 to 1. സോ ഐ എം നോട്ട് ഗോയിങ് ടു ടേക്ക് ഇറ്റ് അറ്റ് ഓൾ. ഓക്കെ, ദെൻ ക്യൂ റിമെയിൻസ് 0 അല്ലെ, ക്യൂ റിമെയിൻസ് 0. ഇവിടെയും 0 ആണ്, ഇവിടെയും 0 ആണ്. സോ നമുക്ക് സം ഓഫ് പ്രോഡക്ട്സ് അല്ലേ, നമ്മൾ ഇവിടെ പ്രോഡക്ട്സ് കണ്ടു കഴിഞ്ഞു, പ്ലസ് സം ആണ് ഇനി കാണേണ്ടത്. സിൻസ് ക്യൂ റിമെയിൻസ് 0, ഐ ക്യാൻ റെപ്രസെന്റ് ഇറ്റ് ആസ് ക്യൂ ഡാഷ്. അവിടെ ഒരു സിംപ്ലിഫൈഡ് ഫംഗ്ഷനിൽ ഒരു ക്യൂ ഡാഷ് കാണുമെന്നതിൽ തർക്കമില്ല. ഇനി നെക്സ്റ്റ് കോളം വൈസ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോന്ന്. സോ ഐ വിൽ ബി ചൂസിങ് ദിസ് കോളം ആൻഡ് ദ ലാസ്റ്റ് കോളം, ഫസ്റ്റ് കോളം ആൻഡ് ലാസ്റ്റ് കോളം. ഇൻ ഫസ്റ്റ് കോളം the value of R changes from 0 to 1. So I cannot take R. And coming to the second variable, which is S. S remains 0. Right? ഇവിടെയും 0 ആണ്, ഇവിടെയും 0 ആണ്. So I'm considering S here. So in my simplified function, I can write S dash as well. Okay, hope you got the point. This is how my simplified function looks like. ആൻഡ് ഈ ഓപ്ഷൻസിൽ എത്രാമത്തെയാണ് അത് വരുന്നത്, ചെക്ക് ചെയ്ത് നോക്കൂ. ഓപ്ഷൻ ബി അല്ലേ വരുന്നത്, ക്യൂ ഡാഷ് എസ് ഡാഷ് പ്ലസ് ക്യൂ എസ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇതായി പോയെന്ന് മാത്രം. അത് വേറെ ഒന്നുമല്ല, അവര് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഗ്രൂപ്പിംഗ് ആദ്യം ഈ കോർണറിൽ വരുന്ന വാല്യൂസ് എടുത്തതിന് ശേഷമാണ് നമ്മുടെ ഇന്നർ ഗ്രൂപ്പിംഗ് അവർ എടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ആ ഓർഡറിൽ ഒരു ചേഞ്ച്. ഓർഡർ ഡസന്റ് മാറ്റർ അറ്റ് ഓൾ. ഓക്കെ, സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി. ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നമുക്കൊരു കോഡ് വേർഡ് തന്നിരിക്കുകയാണ്. To be transmitted with an even parity check bit. The encoded word to be transmitted for this code. Even parity check bit കൂട്ടിയിട്ടാണ് എന്ത് ചെയ്യേണ്ടി വരിക, ഇത് നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യേണ്ടി വരിക. നമുക്ക് തന്നിട്ടുള്ള കോഡ് വേർഡ് ഇതാണ്. അപ്പൊ നമ്മൾ ഇത് എങ്ങനെയാണ് സോൾവ് ചെയ്യുക? ഫസ്റ്റ് ഓഫ് ഓൾ, വാട്ട് ഈസ് മെന്റ് ബൈ പാരിറ്റി ചെക്ക് ബിറ്റ്? ട്രാൻസ്മിഷനിൽ എന്തെങ്കിലും എറേഴ്സ് ഉണ്ടോ എന്നുള്ളത് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്യുന്ന എക്സ്ട്രാ ബിറ്റിനെയാണ് നമ്മൾ പാരിറ്റി ചെക്ക് ബിറ്റ് എന്ന് പറയുന്നത്. എക്സ്ട്രാ ബിറ്റ് ഏതിന്റെ കൂടെയാണ് ആഡ് ചെയ്യുന്നത്? നമ്മുടെ ബൈനറി മെസ്സേജിന്റെ കൂടെ കേട്ടോ. 2 ടൈപ്സ് ഓഫ് പാരിറ്റി വരുന്നുണ്ട്. ഈവൻ പാരിറ്റി ഉണ്ട്, ഓഡ് പാരിറ്റി ഉണ്ട്. ഈവൻ പാരിറ്റിയുടെ കേസിൽ എങ്ങനെയാണെന്ന് വെച്ചാല് ടോട്ടൽ നമ്പർ ഓഫ് വൺസ് ഇൻ ദ കോഡ് എന്ന് പറയുന്നത് ഇൻക്ലൂഡിംഗ് പാരിറ്റി ബിറ്റ് മസ്റ്റ് ബി ഈവൺ. ജസ്റ്റ് ഫോർ യുവർ ഇൻഫർമേഷൻ, ഈവൻ പാരിറ്റി ആണെങ്കിൽ നമ്പർ ഓഫ് വൺസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഇൻക്ലൂഡിംഗ് പാരിറ്റി ബിറ്റ് ഈവൺ ആയിരിക്കും. ആൻഡ് ഇൻ കേസ് ഓഫ് ഓഡ് പാരിറ്റി, നമ്പർ ഓഫ് വൺസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഓഡ് ആയിരിക്കും. ഇത് ഓർത്ത് വെക്കാൻ വലിയ പാടൊന്നുമില്ല. ഓക്കെ, സോ ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് എന്താണ്? ദിസ് കോഡ് ഹാസ് ടു ബി ട്രാൻസ്മിറ്റഡ് വിത്ത് ആൻ ഈവൻ പാരിറ്റി ചെക്ക് ബിറ്റ്. കോഡ് വേർഡ് എന്ന് പറയുമ്പോൾ 111 പിന്നെ 3 0 വരുന്നുണ്ട്. 1010. Now let's count the number of ones in this code word. എത്ര എണ്ണം വരുന്നുണ്ട്? ഇവിടെ 3 എണ്ണം ഉണ്ട്, 4 5 5 ones ആണ് വരുന്നത് അല്ലെ. അപ്പൊ 5 ones ആണെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? 5 എന്ന് പറയുമ്പോൾ ഓഡ് നമ്പർ ആണ്. നമുക്ക് വേണ്ടത് എന്താണ്? ഈവൻ പാരിറ്റി ആണ്. സോ വി നീഡ് ടു ആഡ് എ പാരിറ്റി ബിറ്റ് ഓഫ് 1 ടു മേക്ക് ദ കൗണ്ട് ഈവൻ. ഇവിടെ നമ്മള് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഈവൻ പാരിറ്റി ചെക്ക് ബിറ്റ് ഓട് കൂടെ വേണം ഈ കോഡ് ബിറ്റ് സെൻഡ് ചെയ്യാന്ന്, ട്രാൻസ്മിറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് നമ്മൾ ഇതിന് എന്ത് ചെയ്യണം? ഇവിടെ ഓൺലി 5 വൺസേ ഉള്ളൂ കോഡ് വേർഡിൽ. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു പാരിറ്റി ബിറ്റും കൂടെ ആഡ് ചെയ്യേണ്ടി വരും. സോ ദാറ്റ് ഇറ്റ് വിൽ ബിക്കം
uneven number of ones. Okay. ഇനി എവിടെയാണ് പാരിറ്റി ബിറ്റ് നമ്മൾ അറ്റംപ്റ്റ് ചെയ്യാന്നുള്ളത്? വെരി സിമ്പിൾ, വേറൊന്നുമില്ല. അറ്റ് ദ എൻഡ് ഓഫ് ദ മെസ്സേജ് ജസ്റ്റ് ആഡ് a 1. ഓക്കെ, കോഡ് വേർഡിന്റെ എൻഡിൽ ജസ്റ്റ് ഒരു 1 ആഡ് ചെയ്യുക. ഇപ്പൊ ഇത് മാറിയിട്ട് 5 എന്ന് മാറിയിട്ട് 6 ആയില്ലേ? നിങ്ങൾ നോക്കിക്കേ, അങ്ങനത്തെ ഒരു ആൻസർ ഈ ഓപ്ഷൻസിൽ എവിടെയെങ്കിലും തന്നിട്ടുണ്ടോ എന്നുള്ളത്. 3 ones, 3 zeros, then 1 0 1 0, then 1 ആഡ് ചെയ്തു. ഓക്കെ, വിച്ച് ഇസ് ഓപ്ഷൻ എ. The first option itself is the right answer. I hope you got the point. Okay. അതായത് ഈവൻ പാരിറ്റി എന്ന് പറയുമ്പോൾ the total count of ones must be even. അത് ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ the number of ones is odd എന്ന ഒരു കേസ് വരുവാണെങ്കിൽ അതിനെ ഈവൻ ആക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? ഒരു പാരിറ്റി ബിറ്റ് വിച്ച് ഇസ് 1 ആഡ് ചെയ്താൽ മതി. ഇൻ കേസ് ഈ നമ്മുടെ കോഡ് വേർഡിനകത്തുള്ള നമ്പർ ഓഫ് വൺസ് ഓൾറെഡി ഈവൻ ആണെങ്കിൽ വാട്ട് വുഡ് ബി ഡു? ആ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ആ കോഡ് വേർഡിന്റെ എൻഡിൽ നമ്മൾ ഒരു 0 അപ്പൻഡ് ചെയ്യും, ഒരു 0 ആഡ് ചെയ്യും. അതിനെ പാരിറ്റി ബിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്തോളൂ. ഓക്കെ, I hope you got the point. So let's move to the next question. The minimum number of flip-flops required to design a decade counter is. Decade counter എന്താണെന്ന് നമുക്കറിയാം, 0 to 9 വരെ കൗണ്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നു. So the total number of states എന്ന് പറയുന്നത് ഇതിനകത്ത് 10 സ്റ്റേറ്റ്സ് വരുന്നുണ്ട്. അപ്പോൾ ഒരു ഡീക്കേഡ് കൗണ്ടർ ഡിസൈൻ ചെയ്യാനായിട്ട് മിനിമം എത്ര നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്സ് വേണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമുക്കൊരു ഫോർമുല ഉണ്ട്, എത്ര കൗണ്ടേഴ്സ് വേണം എന്നുള്ളത് അറിയാനായിട്ട്. 2 power n greater than or equal to capital N. സ്മോൾ n എന്ന് പറയുന്നത് it is the number of flip flops required, and in case of capital N this is the number of states, and in our case it is 10. അല്ലേ? അപ്പോ 2 power n greater than or equal to 10 എന്ന് വരുന്ന രീതിയിൽ എന്നിന്റെ വാല്യൂ നമുക്ക് എന്ത് വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം? ആദ്യം തന്നെ 3 വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. നമുക്ക് തന്നിട്ടുള്ള ഓപ്ഷനിൽ 2 power 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? ദിസ് ഈസ് ഈക്വൽ ടു 8. സോ അത്രയും പോരാ, നമുക്ക് 10 വരെ വേണം. നെക്സ്റ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ 2 power 4 ആണ്. അപ്പം 16 ആയില്ലേ? അതായത് 16 സ്റ്റേറ്റ്സ് വരെ കൗണ്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ സഫിഷ്യന്റ് ആണ് അല്ലെ? സിൻസ് 16 ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 10 അല്ലെ? സോ ദ മിനിമം നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്സ് റിക്വയർഡ് ഈസ് ഈക്വൽ ടു 4, വിച്ച് ഈസ് മെൻഷൻഡ് ഇൻ ഓപ്ഷൻ ബി. ഐ ഹോപ്പ് യു ഗോട്ട് ദ പോയിന്റ്. ഓക്കെ, ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പവർ ഡിസിപ്പേഷൻ ഈസ് മിനിമം ഇൻ. ഒരു സർക്യൂട്ടിനകത്ത് എനർജി എഫിഷ്യൻസി ഡിറ്റർമിൻ ചെയ്യുന്ന ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടർ ആണ് ബേസിക്കലി ഈ പവർ ഡിസിപ്പേഷൻ എന്ന് പറയുന്നത്. നമുക്ക് ഈ തന്നിട്ടുള്ള ഇതിലെല്ലാം നമുക്ക് പവർ ഡിസിപ്പേഷൻ ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. TTL എന്ന് പറയുമ്പോൾ നമുക്കറിയാം ട്രാൻസിസ്റ്റർ ലോജിക്. ഫസ്റ്റ് തന്നെ TTL, ട്രാൻസിസ്റ്റർ ലോജിക്. ഇതിനകത്ത് നമ്മൾ യൂസ് ചെയ്യുക BJTs ആണ്, വിച്ച് ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റേഴ്സ്. CMOSനെ സംബന്ധിച്ചിടത്തോളം CMOS വരുന്നുണ്ടല്ലോ ഈ പറയുന്ന ലോജിക് ഫാമിലിയിൽ. അതായത് കോംപ്ലിമെന്ററി മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടർ ആണ് CMOS എന്ന് പറയുന്നത്. CMOSനെ കമ്പയർ ചെയ്ത് നോക്കുവാണെങ്കിൽ ഈ TTL ട്രാൻസിസ്റ്റർ ലോജിക് എന്ന് പറയുന്നത് ഇറ്റ് കൺസ്യൂംസ് മോർ പവർ. അപ്പോ ഒരു കാര്യം ഉറപ്പായി, TTL അല്ല നമ്മുടെ ആൻസർ. പവർ ഡിസിപ്പേഷൻ മിനിമം ആയിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്, TTL അല്ല അപ്പൊ നമ്മുടെ ആൻസർ വരുന്നത്. ഓക്കെ, ഒരു കാര്യം കൂടെ ഇതിനകത്ത് ജസ്റ്റ് ഞാൻ മെൻഷൻ ചെയ്യുന്നുവെന്നേ ഉള്ളൂ. ഇതിനകത്ത് പവർ ഡിസിപ്പേഷൻ എന്ന് പറയുന്നത് മില്ലി വാട്ട് റേഞ്ചിലായിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നത്. ആ ഒരു റേഞ്ചിലാണ് വരിക. ഓക്കെ, TTLനകത്ത്. ഇനി കമ്മിങ് ടു RTL. എന്താ? റെസിസ്റ്റർ പിന്നെ ട്രാൻസിസ്റ്റർ ലോജിക്. ട്രാൻസിസ്റ്റർ ലോജിക് ആണ് RTL എന്ന് പറയുന്നത്. അത് ഒരുപാട് മുന്നേ ഉണ്ടായിരുന്ന ഒരു ലോജിക് ഫാമിലിയാണ് ഈ RTL എന്ന് പറയുന്നത്. ഇതിനകത്ത് റെസിസ്റ്റേഴ്സ് ആയതുകൊണ്ട് തന്നെ ഹയർ പവർ കൺസെപ്ഷൻ ആണ് വരുന്നത്. ഓഫ് കോഴ്സ് പവർ ഡിസിപ്പേഷൻ ഈസ് ഹയർ ദാൻ CMOS. ഓക്കെ, സോ ദിസ് cannot be the answer. Now DTL എന്താണ്? ഡയോഡ് ട്രാൻസിസ്റ്റർ ലോജിക്. It uses diodes for logic implementation. Of course, it also has higher power dissipation than CMOS. So it cannot be the answer. So the right answer is option C, CMOS. CMOS എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് നമ്മൾ പറഞ്ഞത്?
കോംപ്ലിമെന്ററി മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടർ. ഇതിനകത്ത് BJTസിന് പകരം ഏത് ബൈപോലാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റേഴ്സിന് പകരം നമ്മൾ മോസ്ഫെറ്റ്സ് ആയിരിക്കും യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഓക്കെ, please do note that. Okay, there are chances to ask questions from this area. Of course, one question will be there. നമുക്ക് പറയാൻ വേണമെങ്കിൽ ലീസ്റ്റ് പവർ ആണ് കൺസ്യൂം ചെയ്യുന്നുള്ളൂ. കാരണം പവർ ഡിസിപ്പേഷൻ ഈസ് നിയർലി സീറോ ഇൻ സ്റ്റാറ്റിക് സ്റ്റേറ്റ്. അതുപോലെ തന്നെ ഈ പവർ ഡിസിപ്പേഷൻ ഉണ്ടെങ്കിൽ തന്നെ അത് നമ്മൾ നാനോ വാട്ടിൽ അല്ലെങ്കിൽ മൈക്രോ വാട്ടിലായിരിക്കും, ആ ഒരു റേഞ്ചിലായിരിക്കും വരുന്നുണ്ടായിരിക്കുക. Okay, so this is the best choice for low power applications. Which one? CMOS. മറക്കരുത് കേട്ടോ. Complementary metal oxide semiconductor. That's the right answer, which is option C. Let's move to the next question. Which addressing mode is used in the given 8086 instruction? Is equal to move AX comma in square brackets 1 2 3 4 H. Very easy. The answer is option D, direct addressing mode. കാരണം I'll tell you. നമുക്ക് 1 by 1 ആയിട്ട് ഇവിടെ തന്നിട്ടുള്ള ഓപ്ഷൻസ് ആദ്യം ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ബിഫോർ ദാറ്റ്, വാട്ട് ഈസ് മെന്റ് ബൈ ദിസ് ഇൻസ്ട്രക്ഷൻ? മൂവ് AX, in square brackets it is given as 1 2 3 4 H എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മൂവ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻ ആണ്. ഇതിന്റെ സിന്റാക്സ് എന്ന് പറയുന്നത് മൂവ് ഡെസ്റ്റിനേഷൻ ആദ്യം മെൻഷൻ ചെയ്യുന്നു, then സോഴ്സ് മെൻഷൻ ചെയ്യുന്നു. ഡേറ്റ ട്രാൻസ്ഫറിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ നമ്മുടെ ഡെസ്റ്റിനേഷൻ ഒരു 16 ബിറ്റ് രജിസ്റ്റർ ആണ്, വിച്ച് ഇസ് AX. 8086 ആയതുകൊണ്ടാണ് അത് 16 ബിറ്റ് ആണെന്ന് പറഞ്ഞത് കേട്ടോ. ഓക്കെ, ദെൻ സ്ക്വയർ ബ്രാക്കറ്റ്സിനകത്ത് നമ്മൾ ഒരു ഹെക്സ് വാല്യൂ കൊടുക്കുകയാണെങ്കിൽ അത് ആക്ച്വലി ഒരു മെമ്മറി ലൊക്കേഷനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അഡ്രസ്സിംഗ് മോഡ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും 8086ന്റെ വീഡിയോയിൽ കേട്ടോ. ഓക്കെ, സോ ഈ സ്ക്വയർ ബ്രാക്കറ്റ്സിനകത്ത് കൊടുക്കുന്ന ഹെക്സ് വാല്യൂ ഒരു മെമ്മറി ലൊക്കേഷനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതായത് എവിടെ നിന്നാണ് ഡേറ്റ ഫെച്ച് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇവിടെ സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്. ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡാണ് നമുക്ക് തന്നിട്ടുള്ള ഫസ്റ്റ് ഓപ്ഷൻ. ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെച്ചാല് നമ്മൾ ഇൻസ്റ്റെഡ് ഓഫ് സ്പെസിഫൈങ് മെമ്മറി ലൊക്കേഷൻ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ഈ പറഞ്ഞിരിക്കുന്ന മെമ്മറിയിൽ എന്ത് ഡേറ്റ ആണോ കിടക്കുന്നത് ആ ഡേറ്റ തന്നെ അപ്പാടെ നമുക്ക് വേണമെങ്കിൽ ഒരു രജിസ്റ്ററിലേക്ക് മൂവ് ചെയ്യാം. സോ ഇഫ് ഇറ്റ് വാസ് ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡ്, നമുക്ക് അങ്ങനെയാണെങ്കിൽ മൂവ് AX, സേ ഞാൻ 1 2 3 4 H എന്ന് പറയുന്ന ലൊക്കേഷനിൽ ഒരു 12 എന്ന് പറയുന്ന വാല്യൂ, അല്ലെങ്കിൽ ഈ 1 2 3 4 എന്താ വെച്ചാൽ 16 ബിറ്റ്സ് എനിക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും. 1 2 3 4 എന്ന് പറയുന്ന വാല്യൂ തന്നെയാണ് 1 2 3 4 എന്ന് പറയുന്ന ലൊക്കേഷനിൽ ഞാൻ സ്റ്റോർ ചെയ്തിട്ടുള്ളതെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കായിരുന്നു? മൂവ് AX, 1 2 3 4 H എന്ന് എനിക്ക് കൊടുക്കാം. അപ്പോൾ ഈ വാല്യൂ 1 2 3 4 H എന്ന് പറയുന്ന വാല്യൂ ഡയറക്ട്ലി എന്റെ 8086ന്റെ AX രജിസ്റ്ററിൽ അങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ആവും. ഇതൊരു കോൺസ്റ്റന്റ് ആണ്. ഓൾവേസ് റിമെമ്പർ ദാറ്റ് ഇൻ ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡ് ഈ സോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, ഒരു ഇമ്മീഡിയറ്റ് വാല്യൂ ആയിരിക്കും. നൗ ഇത് ഒന്നാമത്തെ കേസിലല്ലേ നമ്മൾ പറഞ്ഞത്. സോ ദിസ് ഇസ് നോട്ട് അവർ ആൻസർ. ഇനി സെക്കൻഡ് വൺ, ബേസ് അഡ്രസ്സിംഗ് മോഡ്. ബേസ് അഡ്രസ്സിംഗ് മോഡ് എന്ന് പറയുന്നത് വെച്ചാൽ ഇറ്റ് യൂസസ് എ ബേസ് രജിസ്റ്റർ ലൈക്ക് BX ഓർ BP. രണ്ടാമത്തെ കാര്യമാണ് പറയുന്നത് ബേസ് രജിസ്റ്റർ. രണ്ട് ബേസ് രജിസ്റ്റേഴ്സ് ഉണ്ട്, BX ഉണ്ട്, BP ഉണ്ട്. ഇതാണ് നമ്മൾ മെമ്മറി അഡ്രസ് ഡിറ്റർമിൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഇതിനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. മൂവ് AX, BX രജിസ്റ്ററിൽ ഒരു വാല്യൂ കിടപ്പുണ്ടായിരിക്കും. അതിലെ മെമ്മറി ലൊക്കേഷൻ എനിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. BX രജിസ്റ്ററിലെ വാല്യൂ ഒരു മെമ്മറി ലൊക്കേഷൻ ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് ആ മെമ്മറി ലൊക്കേഷനിലുള്ള വാല്യൂ എന്ത് ചെയ്യുന്നു? ഞാൻ AX രജിസ്റ്ററിലേക്ക് മൂവ് ചെയ്യുന്നു. ദാറ്റ് ഈസ് വാട്ട് മെന്റ് ബൈ ബേസ് അഡ്രസ്സിംഗ് മോഡ്. Okay, this is not applicable in our case because it's a direct memory reference അല്ലേ? അതല്ല ഞാൻ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു ഇൻഡയറക്റ്റ് ആയിട്ട് ഒരു രജിസ്റ്റർ വഴി അസൈൻ ചെയ്യാനല്ല നമ്മൾ ഇവിടെ ശ്രമിക്കുന്നത്. സോ ഇറ്റ്സ് നോട്ട് ബേസ് അഡ്രസ്സിംഗ് മോഡ് ആസ് വെൽ. സോ ഓപ്ഷൻ ബി ഈസ് റോങ്. കമ്മിങ് ടു ദ തേർഡ് വൺ, ഇൻഡെക്സ്ഡ് അഡ്രസ്സിംഗ് മോഡ്. അതിനകത്ത് എന്ന് പറയുമ്പോൾ ഒരു ഇൻഡെക്സ് രജിസ്റ്റർ ഉണ്ടായിരിക്കും. We have two index registers in 8086. Source index register ഉണ്ട്, destination index register ഉണ്ട്. ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ആർക്കിടെക്ചർ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്ലീസ് ടു വാച്ച് ദാറ്റ് വീഡിയോ ഇഫ് യു ഹാവൻറ്റ്. ഓക്കെ, ഇതിനകത്ത് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. മൂവ് AX, എന്ത് ചെയ്യുന്നു? നമ്മള്
SI നമ്മുടെ ഇൻഡെക്സ് രജിസ്റ്റർ പിന്നെ മെമ്മറി ലൊക്കേഷൻ ഡിറ്റർമിൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യാണ്. സോ വാട്ട് എവർ വാല്യൂ ഈസ് സ്റ്റോർഡ് ഇൻ ദിസ് ഇൻഡെക്സ് രജിസ്റ്റർ, it will be considered as an memory location and that value will be moved to AX register. ഇതിനെ ഇൻഡെക്സ്ഡ് അഡ്രസ്സിംഗ് മോഡ് എന്നാണ് പറയാ. നമ്മുടെ കേസിനകത്ത് നമ്മൾ ഇൻഡെക്സ് രജിസ്റ്റേഴ്സ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. വാട്ട് ആർ വി യൂസിങ്? ഡയറക്റ്റ് മെമ്മറി അഡ്രസ്. അതായത് വി യൂസ് എ ഡയറക്റ്റ് മെമ്മറി അഡ്രസ് ടു ഫെച്ച് ഡേറ്റ. അതിനെയാണ് നമ്മൾ ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ് എന്ന് പറയുന്നത്. നോക്കൂ, മോഡ് നമ്മൾ എന്ത് പറഞ്ഞു? ഡെസ്റ്റിനേഷൻ എക്സിലേക്ക് ഞാൻ പറയാണ് എന്ത്, എന്റെ ഡയറക്റ്റ് മെമ്മറി അഡ്രസ് എന്ന് പറയുന്നത് തന്നെ 1 2 3 4 H ആണ്. ഇത് ഞാൻ ഈ സ്ക്വയർ ബ്രാക്കറ്റ്സിൽ കൊടുത്താൽ ഇതൊരു മെമ്മറി ലൊക്കേഷൻ ആണെന്നാണ് അർത്ഥം. അതിനകത്ത് ഞാൻ സ്പെസിഫൈ ചെയ്യുന്നുണ്ട് എന്റെ മെമ്മറി ലൊക്കേഷന്റെ അഡ്രസ്. ഓക്കെ, സോ ദ ഡേറ്റ ഫ്രം മെമ്മറി ലൊക്കേഷൻ 1 2 3 4 H. ഇതിപ്പം എന്ത് വാല്യൂ വേണമെങ്കിൽ ആയിക്കോട്ടെ, ആ വാല്യൂ എന്ത് ചെയ്യും? ഇറ്റ് വിൽ മൂവ് ടു the register AX. Okay, so this option D matches our given instruction exactly. That's the answer. I hope you got the point. Let's move to the next question. അയ്യോ, വെരി ഈസി ക്വസ്റ്റ്യൻ. 8086 നമ്മൾ പഠിക്കുമ്പോൾ ആർക്കിടെക്ചർ അങ്ങ് നന്നായി പഠിച്ചേക്കുക. അതുപോലെ അഡ്രസ്സിംഗ് മോഡ്സ് 8086 അത് പഠിച്ചാൽ തന്നെ നമുക്ക് കമ്പ്യൂട്ടർ ഓർഗനൈസേഷനിൽ അഡ്രസ്സിംഗ് മോഡ്സ് എന്ന് പറയുന്ന ടോപ്പിക് വരുന്നത് ഈസിലി കവർ ചെയ്യാനായിട്ട് സാധിക്കും. ബിക്കോസ് സംവാട്ട് ദോസ് ആർ ഓൾ റിലേറ്റഡ് ഓൺലി. ഓക്കെ, 8086 അത് പഠിക്കുമ്പോൾ അത് ഒന്നുകൂടെ ഈസി ആണ്. 8086 85 നമ്മുടെ സിലബസിനകത്ത് മെൻഷൻ ചെയ്തിട്ടില്ല, 86 ആണ് മെൻഷൻ ചെയ്തിട്ടുള്ളത്. സോ വാട്ട് ഈസ് അവർ ക്വസ്റ്റ്യൻ? ഹൗ മെനി 16-bit സെഗ്മെന്റ് രജിസ്റ്റേഴ്സ് ഡസ് 8086 ഹാവ്? 4 എണ്ണം ആണ് ഉള്ളത്. ഇതിനകത്ത് ആലോചിക്കാനായിട്ട് യാതൊന്നുമില്ല. കോഡ് സെഗ്മെന്റ് രജിസ്റ്റർ, ഡേറ്റ സെഗ്മെന്റ് രജിസ്റ്റർ, സ്റ്റാക്ക് സെഗ്മെന്റ് രജിസ്റ്റർ ആൻഡ് എക്സ്ട്രാ സെഗ്മെന്റ് രജിസ്റ്റർ. പ്ലീസ് ഡു വാച്ച് ദ 8086 architecture video. Okay, we are explaining everything related to that within less than 20 minutes, I think. Okay, പറഞ്ഞിട്ടുള്ള എല്ലാ സെഗ്മെന്റ് രജിസ്റ്റേഴ്സും ഉണ്ടല്ലോ, അതിന്റെ സൈസ് എന്ന് പറയുന്നത് 16 bits ആണ്. പ്ലീസ് ഡു നോട്ട് ദാറ്റ്. 16 bits വൈഡ് ആണെങ്കിൽ മെമ്മറിക്ക് അകത്തുള്ള 64 KB സെഗ്മെന്റ് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അതെങ്ങനെയാണെന്നുള്ളത് അതിനകത്ത് നല്ല ഭംഗിയായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. പ്ലീസ് ഡു വാച്ച്. ഓക്കെ, സോ ഹിയർ ഐ ആം വൈൻഡിങ് അപ്പ് day 8 of PYQ Blitz 25 a day. Okay, I hope this was a useful video. ഇത് ഞാൻ യൂഷ്വലി ചെയ്യാറുള്ള പോലെ ഒറ്റ വീഡിയോ ആയിട്ടല്ല ചെയ്തത്. കാരണം ഇതിനകത്തെ കണ്ടന്റ്സ്, ഇന്നത്തെ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കണ്ടന്റ്സ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കണ്ടന്റ്സ് ആണ്. അതിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. റിപ്പീറ്റഡ്ലി പല പേപ്പേഴ്സിലും ചോദിച്ച് കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. മാത്രവുമല്ല ഈ എക്സാം കണ്ടക്ട് ചെയ്തിട്ടുള്ളത് തന്നെ 6 കാറ്റഗറീസിൽ പബ്ലിഷ് ചെയ്ത നോട്ടിഫിക്കേഷൻസ് 2021 മറ്റോ ആണ്. അതിനകത്ത് സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ, പ്രോഗ്രാമർ, സിസ്റ്റം അനലിസ്റ്റ്, കമ്പ്യൂട്ടർ പ്രോഗ്രാമർ 4 പോസ്റ്റുകളാണ്. ബട്ട് സ്റ്റിൽ 6 കാറ്റഗറീസിലുള്ള എക്സാംസിന് വേണ്ടി ഒറ്റ പരീക്ഷയാണ് കേരള PSC കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ദ ഡിഫിക്കൽട്ടി ലെവൽ വാസ് ടു ഹൈ. അതുകൊണ്ടാണ് ടൈം എടുത്ത് തന്നെ നമ്മൾ ഇതിനകത്തുള്ള ഈ ഓരോ ക്വസ്റ്റ്യൻസും ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. സോ ഡേ 8 നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. ആ ഒരു രീതിയിൽ തന്നെ എടുത്തിട്ട് നിങ്ങൾ പഠിക്കണം കേട്ടോ. അപ്പോ ഇനിയിപ്പോ എനിക്ക് ഫർദർ ഞാൻ വേറെ കാര്യങ്ങളൊന്നും പറയുന്നില്ല. വി വിൽ വാച്ച് ദ റെസ്റ്റ് ഓഫ് ദ വീഡിയോസ് ഇൻ ദ നെക്സ്റ്റ് ഡേ. നമ്മളിപ്പോ ഈ പറഞ്ഞ പോസ്റ്റുകളിലേക്കുള്ള ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമ്മൾ ഇപ്പോ ആൻസർ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞല്ലോ. അതിലെ വെറും 30 ക്വസ്റ്റ്യൻസ് ഇപ്പൊ നമ്മൾ കവർ ചെയ്തിട്ടുള്ളൂ. അഗൈൻ ഇനി 70 ക്വസ്റ്റ്യൻസ് അവിടെ കിടക്കുവാണ്. ഓക്കെ, ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പേപ്പർ ആയതുകൊണ്ട് തന്നെയാണ് ഞാൻ ഏറ്റവും എന്താ പറയാ ഇതിന് കുറച്ച് പ്രയോറിറ്റി കൊടുത്ത് ആദ്യം തന്നെ ചെയ്തത്. ഏറ്റവും ആദ്യം നമ്മൾ ചെയ്ത ട്രേഡ്സ്മാൻ ലെവലിലുള്ള ഒരു പേപ്പർ ആയിരുന്നു അത്.
ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള പേപ്പർ ആയിരുന്നു. അത് നിങ്ങൾ ഈ ഡേ 1-ലെ 2-ലെ 3-ലെ ഒക്കെ വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഓക്കെ, ദെൻ നമ്മള് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലെറ്റ് മീ ചെക്ക്, ഗിവ് മീ എ സെക്കൻഡ്. പിന്നെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്ന പേപ്പർ എന്ന് പറയുന്നത് ഒരു സിസ്റ്റം അനലിസ്റ്റ്, അത് SC/ST പിന്നെ റിസർവേഷന് വേണ്ടിയിട്ടുള്ള ഒരു എക്സാം ആയിരുന്നു നേരത്തെ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതും കൊയർ കോർപ്പറേഷനിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു പോസ്റ്റിലേക്കായിരുന്നു. ഓക്കെ, 2019-ലത്തെ ഒരു പേപ്പർ ആയിരുന്നു അത്. അതിനുശേഷം ഡയറക്റ്റ് നമ്മൾ പോയത് ഈ ഒരു പേപ്പറിലേക്കാണ്. ഞാൻ ഇപ്പൊ പറഞ്ഞ ഈ 6 കാറ്റഗറീസിലേക്ക് നടത്തിയ ഒറ്റ എക്സാമിൽ. സോ ദിസ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. അങ്ങനെ തന്നെ കരുതി പഠിക്കുക. I am not going to explain further in this video. Okay, signing off, your study partner Click. Stay focused on what really matters. I do mean it. Okay, bye for now.